ഹലോ ഗായ്സ്, വെൽക്കം ടു ഇറ്റ്സ് മീ വിസ്. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഓറൻ മോളിൽ പോകുന്നൊരു വീഡിയോ ആണ്. ഓറൻ മോളിൽ മാത്രമല്ല, ഫുഡ് അടിക്കാനൊക്കെ പോകുന്നുണ്ട്. ആദ്യം ഞങ്ങൾ വണ്ടി സ്മാർട്ട് ബസാറിൻ്റെ അവിടെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് 1-2 ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു കുട്ടിക്കൊരു ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയില്ല. പാവ തീരെ ചെറുത്താണ്, അപ്പോൾ അവൾക്ക് പറ്റിയ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതല്ലാണ്ട് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള വിൻഡോ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ബാംഗ്ലൂരിൽ നല്ല തണുപ്പാണ്, അപ്പം നല്ല അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ വിൻഡോ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഓറൻ മോളിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാൻഡൽസ് ഓഫ് ഫാക്ടറി മെട്രോ സ്റ്റേഷൻ, ഗ്രീൻ ലൈനിലെ മെട്രോ ആണ്. യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നത്തെ മെട്രോ സ്റ്റേഷനാണ്. അവിടെയാണ് നമ്മുടെ ഈ ഓറൻ മോൾ വരുന്നത്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ കാര്യമായി ഡ്രസ്സ് വെക്കുന്നുണ്ട്. അവിടുത്തെ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയൊന്നും കിട്ടിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ കാണുന്ന ബിൽഡിങ്ങാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. അത് കുറേ 300+ റൂംസ് ഉള്ളൊരു ഗ്ലാസ് ബിൽഡിങ്ങാണ്. അങ്ങനെ എനിക്ക് മൊമോസ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ സ്ട്രീറ്റ് ഷോപ്പിൽ നിന്ന് ഫ്രൈഡ് മൊമോസ് വാങ്ങി. അത് കിട്ടില്ല ടേസ്റ്റാണ് ആ സ്ട്രീറ്റ് ഷോപ്പിലെ ചിക്കൻ ഫ്രൈഡ് മൊമോസ്. ഞാൻ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും അവിടെ നിന്ന് മൊമോസ് കഴിക്കാറുണ്ട്. അങ്ങനെ ഞാൻ മാളിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കാമെന്ന് വെച്ചു. ഇവിടെ ഇങ്ങനെ ഫൗണ്ടെയിൻ പോലെ നിറച്ച് വെള്ളത്തിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഫുള്ള് ക്രിസ്മസ് ആയതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ എവിടെയും ക്രിസ്മസ് ട്രീ ഒന്നും കണ്ടില്ല, പക്ഷേ ഫുൾ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരാക്കി വെച്ചിട്ട് സെറ്റപ്പാണ്. നല്ല രസമുണ്ട്. അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഫോട്ടോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാളിൻ്റെ അകത്തേക്ക് കയറി 1-2 ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആൾക്കാർ കുറേ ഉള്ളിടന്ന് വീഡിയോ എടുക്കാനൊരു ചമ്മൽ. പിന്നെ അവിടെ ഉള്ളൊരു വലിയൊരു ക്രിയേറ്റിവിറ്റിയാണ് മാസ്റ്റർ പീസ് ഫ്രം ഇ വേസ്റ്റ്. അത് മൊത്തം ബാറ്ററീസ്, റിമോട്ട്, ലൈറ്റ്, LED സ്ട്രിപ്സൊക്കെയാണ്. സോറി, ഞാൻ ക്രിസ്മസ് ട്രീ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ പുറത്തൊരു ക്രിസ്മസ് ട്രീ അല്ല, ഒരു ക്രിസ്മസ് ട്രീൻ്റെ പാറ്റേണിൽ താഴെ എന്തൊക്കെയോ ഗിഫ്റ്റ് ബോക്സ് പോലത്തെ ഒരു സെറ്റപ്പ്. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്. ഈ ഓറൻ മോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഗ്ലാസ് ബിൽഡിംഗ്. ഈ വാട്ടറും ഫൗണ്ടെയിനും ഒക്കെ ആ ഓറൻ മോളിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന സെറ്റപ്പാണ്. അവിടെ പോയി രാത്രി ഇരിക്കാനും ചില്ല് ചെയ്യാനൊക്കെ നല്ല രസമാണ്. അതൊരു 10-12 മണി വരെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഗ്ലാസ് ബിൽഡിങ്ങും രാത്രി കാണാൻ നല്ല രസമാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഓവറോൾ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. നിങ്ങൾക്കിങ്ങനെ വെറുതെ ബോറൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ വന്നിരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും പോകണം. അപ്പോൾ ഏറ്റവും അടുത്തുള്ള 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഓറൻ മോൾ എന്നെ കൊണ്ടുപോയി. നന്ദിയുള്ളവന്. അങ്ങനെ നല്ല തണുപ്പായിരുന്നു. ഞാനാണെങ്കിൽ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഷോ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. കാര്യം ഉണ്ടായിരുന്നില്ല, ഒടുക്കത്തെ തണുപ്പായിരുന്നു. പിന്നെ ഇങ്ങനെ ഞങ്ങൾ കയറി വരുന്ന എൻട്രൻസിൽ ഫുള്ളിങ്ങനെ മരത്തിന് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമുണ്ടാവും. നല്ലൊരു ആംബിയൻസാണ് മൊത്തത്തിൽ ആ മാളിൻ്റെ അകത്തുള്ളത്. പിന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി മെയിൻ റോഡിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അവിടെ ഒരു ജെറ്റ് ലാഗിൻ്റെ ബാറ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാറില്ല. ഞങ്ങൾ കണ്ണൂർ കേരള ഹോട്ടലിലേക്ക് തന്നെ വന്ന് കണ്ണൂർ ഫുഡ് പോയിന്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് വന്നത്. അങ്ങനെ ഞാൻ മെനു ഒക്കെ പറഞ്ഞ് എൻ്റെ സ്ഥിരം സാധനമായ ഞാൻ ബിരിയാണി ഓർഡറാക്കി. കാരണം എനിക്ക് കുറേ ദിവസമായിട്ട് കണ്ണൂർ ബിരിയാണി കഴിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബിരിയാണി ഓർഡറാക്കി. പിന്നെ അവിടെ കിട്ടുന്നൊരു സാധനം അൽഫാം കോംബോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് അൽഫാം കിട്ടും, കൂടെ തന്നെ 2 പൊറോട്ട പ്ലസ് ലൈം ജ്യൂസ്. ഇത്രയ്ക്കും 160 ആവുന്ന അഫോർഡബിൾ ആണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.